നാണം ഇല്ലാത്തവരുടെ കൂടെ ജീവിക്കുമ്പോ നാണമില്ലാതെ തന്നെ ജീവിക്കാം. തോന്നിയോസം പറഞ്ഞ അടിച്ചു നിന്റെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക്. കൈ പൊന്തില്ല, അതിന് മനസ്സിൽ കുറച്ച് ചുണ വേണം. പഞ്ചപാണ്ഡവന്മാർ അങ്ങനെ പേരിടാൻ ആ മനുഷ്യന് തോന്നിയല്ലോ. എന്താ സഹദേവ? ഏട്ടാ ദാ ഇവള് നമ്മൾ ആണത്തമില്ലാത്തവരെന്ന് വിളിച്ചു. പിന്നെ നമ്മുടെ അച്ഛനെ വിളിച്ചു. അങ്ങനെ വിളിച്ചോ? അങ്ങനെ നേരിട്ടല്ല, നമുക്ക് പേരിട്ട ആളെ ചീത്ത പറഞ്ഞ അച്ഛനെ വിളിക്കുന്നതിന് തുല്യമല്ലേ ഏട്ടാ? ഏട്ടൻ ഒന്ന് ചോദിച്ചേ. പോട്ടെ സഹദേവ, നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോ എത്രയോ പട്ടികൾ കുരയ്ക്കാറുണ്ട്. നമ്മൾ തിരിച്ചു കുരയ്ക്കാറുണ്ടോ? നല്ല മറുപടി. അല്പ സെൻസൊക്കെ ഉണ്ട്. പക്ഷെ അതും വെച്ച് അനുരാധയുടെ മത്സരത്തിന് വരല്ലേ. ധർമ്മിഷ്ഠന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഏട്ടാ കേട്ടോ, അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ? ഏട്ടൻ അവളുടെ മുഖത്തൊന്നും കൊടുക്കായിരുന്നില്ലേ? നിനക്കൊന്നും കൊടുക്കായിരുന്നില്ലേ? മൂത്തവരോടുള്ള ബഹുമാനം. നിങ്ങളുടെ അവകാശം ഞാൻ തട്ടിപ്പറിക്കുന്നില്ല. അതൊക്കെ ഏട്ടന്മാർ തല്ലിയാ മതി. തല്ലും ബഹളം ഒന്നും വേണ്ട. അല്ലാതെ തന്നെ അവൾ ഇവിടെ നിന്ന് പൊയ്ക്കോളും. എങ്ങനെ? വഴിയുണ്ട്. ഇന്ന് രാത്രി ആവട്ടെ. ഇനിയും ഞാൻ പ്രേതാവണോ? നാളെ മുതൽ അവളുടെ ശല്യം ഉണ്ടാവില്ല. ധർമ്മിഷ്ഠന്റെ ധർമ്മം എന്താണെന്ന് ഈ ധർമ്മം കാണിച്ചു കൊടുക്കാം. കർത്താവേ, എത്തിയോ? ഓയിലിടണം. കേറട്ടെ കേറട്ടെ. ഇട്ടിച്ചൻ കാറ് റോഡിൽ ഇറക്കിയപ്പോ മുതൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അപകടമൊന്നും കൂടാതെ തിരിച്ചിങ്ങോട്ട് എത്തിക്കണേന്ന്. എന്നതാടാ നിനക്ക് പിടിച്ചില്ലേ? എനിക്കെന്താ ഓടിക്കാൻ അറിയില്ലേ? കാറ് വാങ്ങിച്ചിട്ടതേ നിനക്ക് കാണാനല്ല. ഇത്രയും കാലം കാണുകയും തുടക്കുകയല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ. അല്ല, ഇതെന്താ? കുറച്ച് ഡ്രസ്സാ, എല്ലാവർക്കും എടുത്തു. എന്നാ എനിക്കുള്ള തന്നേക്ക്. നീ തെറ്റെന്തെങ്കിലും ചെയ്തോ? ഇല്ല. പിന്നെ എന്നാത്തിനാടാ ചോദിച്ചു വാങ്ങുന്നത്? നിനക്കൊരു ദിവസം ഞാനൊരു പുതിയ ഡ്രസ്സ് എടുക്കും. എന്ന്? നീ ചാവുമ്പോ. അതിന്റെ കാശ് നിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കുകയില്ല. ഇട്ടിച്ചാ നിങ്ങൾ ഇത് ആരോടും പറയാതെ എങ്ങോട്ടാ മനുഷ്യ പോയത്? നിത്യേന ഞാൻ പോകുന്നതും വരുന്നതും നിന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഓ, അപ്പൊ നിത്യേന എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മുഷിച്ചില് തുടങ്ങി. ഇതെന്നതാ, ഞാനും നോക്കട്ടെ. നീ ആ കല്യാണിയെ മോളെ ഇങ്ങോട്ട് വിളിക്കും. കുടുംബത്തെ ഒരു വീട്ടിൽ വന്ന് താമസിച്ച നമ്മൾ അതിന്റെ മര്യാദ കാണിക്കണ്ടായോ? എടി കല്യാണി, ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, ഞാനിത് നോക്കട്ടെ. നീ ഇത് നാശമാക്കണ്ട. എന്താ ചേച്ചി? താമര എവിടെ? ദാ താമര. മോക്കൊരു പാവാടയുടെയും ജാക്കറ്റിന്റെയും തുണിയാ. പോയി വാങ്ങിച്ചോടി. ചെല്ലടി അങ്ങോട്ട്. എടുത്തോ. ഈശ്വര, മരിക്കണേന്റെ തലേ ദിവസം ഇവളുടെ അച്ഛൻ ഇതുപോലെ ഒരു ഡ്രസ് ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ. അപ്പൊ ഇട്ടിച്ച നാളെ മരിക്കും. കല്യാണിക്ക് വന്നേ. ഇത് കല്യാണിക്ക് വില കൂടിയ പട്ട. വേണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരാ ഇതൊക്കെ എടുത്തു തരാനുള്ളത്? ദൈവമേ, എന്റെ കെട്ടിയവും പോലും എന്നോട് ഇത്ര സ്നേഹം കാണിച്ചിട്ടില്ല. ഇട്ടിച്ചിന് 1000 വർഷം ആയുസ് ഉണ്ടാവും. ഉപ്പിലിട്ട് വെച്ചാ മതി. എന്റെ
അമ്മ ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇട്ടെങ്കിലേ ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ അങ്കിൾ ഇവിടെ ഇരിക്കുവല്ലേ, യു ആർ വെൽക്കം. താങ്ക് യു. അയ്യോ, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ചേച്ചി, ഞാനിത് കൊണ്ടുപോയി ഒന്ന് ഉടുത്തു നോക്കട്ടെ. നിങ്ങൾ എനിക്കൊന്നും എടുത്തില്ലേ? നിനക്കെന്നാ എടുക്കാനാ? ഈ വെള്ളയും അല്ലേ, അതെവിടെ ചെന്നാലും കിട്ടും. രണ്ടുപേർക്കും കൂടെ 5000 രൂപയ്ക്ക് അടുത്തായി. എന്നതാടി നീ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? നിന്റെ ബന്ധുക്കൾക്കല്ലേ ഞാൻ എടുത്തു കൊടുത്തത്. ബന്ധുക്കളെ സ്നേഹിക്കുന്നതും കർത്താവിനെ സ്നേഹിക്കുന്നതും ഒരുപോലെയാണെന്നാ. ഞാനും ബന്ധുവാ. ജോർജെ, നീ തികച്ചും കേൾക്കും. എന്തായാലും ഇതത്ര നല്ലതിനല്ല. ബന്ധുസ്നേഹം കൂടിയാ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. അസൂയ പെണ്ണല്ലേ? അല്ല, ഞാൻ ചെയ്തതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്നതാ? വായിനോട്ടവാ. ആണല്ലേ?